ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് വരുമ്പോൾ പതിവുപോലെ മോർണിംഗ് ആക്ടിവിറ്റി അതിനുശേഷമുള്ള വാഗ്വാദങ്ങൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നലെ ഞാൻ കേട്ട ഒരു വാർത്തയെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ബിഗ് ബോസ് സീസൺ 6ന്റെ സംപ്രേഷണം തടയണം. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെലിവിഷൻ റിയാലിറ്റി ഷോ ആണ്, ടി വിയിൽ കൂടെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും അടങ്ങുന്ന ഒരു പ്രേക്ഷകരാണ് ഇത് കാണുന്നത്. അവിടെ ഈ തല്ലും പിടുത്തവും ഒക്കെ ഷെയർ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പോൾ സിജോയെ റോക്കി മുഖത്തടിക്കുന്ന ഒരു വിഷ്വല് പലതവണ ചാനൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു, പ്രൊമോയിൽ വന്നിരുന്നു, എപ്പിസോഡിൽ വന്നിരുന്നു, റീക്യാപ്പ് ചെയ്തിരുന്നു. ഇത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, അത് ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസിന് വിരുദ്ധമാണ് എന്നൊക്കെയാണ് കേസ് ഫയൽ ചെയ്ത ആളുടെ വാദം. ഇപ്പോൾ അതിനകത്ത് ഒരു ക്രൈം ആണല്ലോ കാണിക്കുന്നത്, ഒരു സാധാരണ ഒരു ആക്ട് അല്ല, ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമയല്ല, അതൊരു സിറ്റുവേഷനിൽ ഉണ്ടായി പോകുന്ന ഒരു ആക്രമണമാണ്. അപ്പൊ അതിനെ മോണിറ്റൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വാദം. കേൾക്കുന്ന സമയത്ത് അതിനകത്ത് കഴിവുണ്ടെന്ന് തോന്നിപ്പോകും. ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യൂവേഴ്സിൻ്റെ ഏജ് പോലെയുള്ള കാര്യങ്ങളിൽ ഒരു ഡിമാൻഡ് വയ്ക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ചലഞ്ച്. അപ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ഉമ്മയും കൈപിടുത്തമായിരിക്കും പ്രശ്നം, ചില ആളുകൾക്ക് അടിയും തെറിയുമായിരിക്കും പ്രശ്നം, ചില ആളുകൾക്ക് ക്രൂര മർദ്ദനം മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പല താല്പര്യങ്ങളുള്ള ആളുകളെ സംതൃപ്തിപ്പെടുത്തി വേണം ശരിക്കും ഒരു ടെലിവിഷനിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഫോർമാറ്റിനോട് കാണിക്കുന്ന വലിയ ക്രൂരതയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പല പ്രേക്ഷകരും പല സ്റ്റാൻഡേർഡ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ടി വിയിൽ നമ്മൾ കാണുന്ന സമയത്ത്, ഫാമിലി ആയിട്ട് ഇത് കാണുന്ന സമയത്ത്, എല്ലാ ആളുകളുടെ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കൾച്ചറലെസ് കോൺവെർസേഷൻസ് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഈ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയോട് അതൃപ്തിയുണ്ട്. ഇപ്പം ഇന്നലെ ഞാൻ ആ ഒരു വാർത്തയുടെ കമന്റ് ബോക്സ് നോക്കിയ സമയത്ത് അതിനകത്തൊരു 99% ആളുകൾക്കും ഈ ഒരു റിയാലിറ്റി ഷോയോട് എതിർപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ പല പ്രേക്ഷകരുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ അതിലേക്ക് തമ്പടിച്ചിരിക്കുന്നത് മറ്റേ ജാസ്മിൻ ഗബ്രി അവർ കൈപിടിക്കുന്നു, അതിലെ ഒരു സദാചാര വിരുദ്ധതയെ കുറിച്ച് പറഞ്ഞാണ്. അവരെ നമുക്ക് മാറ്റി നിർത്താം, പോട്ടെന്ന് വയ്ക്കാം. ഇനി മറ്റൊരു കൂട്ടം ആളുകൾ വന്നിട്ട് അവിടെ തമ്പടിച്ചിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോ അടക്കമുള്ള ആളുകളുടെ സംസാര രീതി, അവർ പറയുന്ന കാര്യങ്ങൾ, തെറിവിളി, അതിനെ കുറിച്ചിട്ടൊക്കെയാണ്. അതിനകത്ത് കുറച്ച് ന്യായമുണ്ട്. കാരണം അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഫിൽട്ടർ ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതും ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ്. അത് ബിഗ് ബോസ് തന്നെ പലപ്പോഴും വാൺ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ മറ്റൊരു കൂട്ടം ആളുകൾ സീരിയസ് ആയിട്ട് പറയുന്നത് ശരിക്കും ഈ അക്രമം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ. അവിടെയുള്ള ഈ നായകന്മാരൊക്കെ മാസ് വർത്താനമൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. അപ്പം ഇതിനെല്ലാം ആകെ ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ശരിക്കും അഡൾട്ട്സ് ഒള്ളി ആക്കി ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ മാത്രം ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് മലയാളത്തിൽ പോസിബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടി.വി പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ടുള്ള പരസ്യങ്ങളാണ് ഇവർ ഈ ഒരു റിയാലിറ്റി ഷോയിൽ റൺ ചെയ്യുന്നത്. നമ്മുടേത് ഭയങ്കര കുഞ്ഞ് ഒരു റീജിയൻ ആണല്ലോ. അപ്പോൾ ഈ മലയാളം സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ മാത്രമായിട്ട് ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഫണ്ട് ചെയ്യാനായിട്ട് പരസ്യ കമ്പനികൾ വരില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ ഇത് സ്റ്റാറിന്റെ പരിപാടിയാണ്. നമ്മുടെ കേന്ദ്ര നേതൃത്വമൊക്കെ എന്താണെന്ന് പറഞ്ഞാലും ഇതിനെതിരെ ഒന്നും പറയില്ല. കാരണം അവരുടെയിലാണ് ഈ പിടിയും പരിപാടികളൊക്കെ, അതിനകത്തൊക്കെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഇനി മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ രാവിലത്തെ അടിക്ക് മരുന്നിടാൻ പറ്റുന്ന തരത്തിലുള്ള മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു വിശ്വാസ വഞ്ചന. നിങ്ങളോട് വിശ്വാസ വഞ്ചന കാണിച്ച ആൾ ആരാണ്? നിങ്ങൾ ഹൗസിൽ വന്നതിന് ശേഷം വിശ്വസിക്കുകയും എന്നാൽ നിങ്ങളോട് വിശ്വാസ വഞ്ചന കാണിക്കുകയും ചെയ്ത ആൾ ആരാണ്? വീണ്ടും നിങ്ങൾ അവരെ വിശ്വാസത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ കാര്യങ്ങളാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയേണ്ടത്. അപ്പം വലിയ സാധ്യതയുണ്ട്. പല ആളുകളും ആ ഒരു സാധ്യത ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജിൻഡോ പോലെയുള്ള ആളുകൾ ഏത് സാധ്യതയിലും അപരാധം പറഞ്ഞുണ്ടാക്കാനായിട്ട് മിടുക്കന്മാരാണ്. അയാൾക്ക് എന്ത് മനുഷ്യന്മാരാണെന്ന് ഞാൻ ആലോചിക്കണത്. ഈ ശരണ്യ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ജിൻഡോയുടെ സുഹൃത്താണ് എന്ന് ഒരിക്കലും ജിൻഡോ പറഞ്ഞിരുന്നു. അപ്പം ജിൻഡോയുടെ ജിമ്മിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജിൻഡോയുടെ ജിമ്മിൽ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളായിരിക്കും. പിന്നീടാണ് മനസ്സിലായത് ഒരു തവണയേ വന്നിട്ടുള്ളൂ. അപ്പം അത് ജിമ്മ് കാണാനും കണ്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ ഇപ്പം പറയുന്നത്, ശരണ്യക്ക് പോലും അറിയാതെ ജിൻഡോ ഇങ്ങനെ ആരോപിക്കുന്നത് ശരണ്യ ഇങ്ങനെ പലതവണ ജിമ്മിൽ വന്നിട്ടുണ്ട്, ഞാൻ ശരണ്യയുടെ ആശാനാണ്. ഇത് ഒരാളുടെ മുഖത്ത് നോക്കി അയാളെക്കുറിച്ച് ഈ കള്ളം ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഗെയിം എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു, പിടിക്കപ്പെട്ട സമയത്ത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറയുകയാണ്. അതും ഒരു ഗെയിം ആയിരിക്കും അല്ലേ? എന്താണെങ്കിലും നല്ല ഗെയിം തന്നെ. ആദ്യം വന്നത് ഗബ്രിയാണ്. ഗബ്രി നോറയെയും യമുനയാണ് പറയുന്നത്. നമുക്കറിയാം വന്ന സമയത്ത് നോറ, റിസ്മിൻ, ജാസ്മിൻ, ഗബ്രി എന്നിവരൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു. എന്നാൽ നോറ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഡയലോഗ് ഗബ്രി പവർ ഉപയോഗിച്ച് അടിച്ചത് കാരണം നോറയും ഗബ്രിയും തമ്മിൽ പണങ്ങുന്നു. ജാസ്മിൻ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് നോറയുടെ അടുത്ത് നിന്ന് മാറുന്നു. പിന്നെ ജാസ്മിനും നോറയായിട്ട് ഒരു ഹെയ്റ്റ്. അപ്പോൾ ഏതായാലും നോറയാണ് ഗബ്രിക്ക് വിശ്വാസ വഞ്ചന തോന്നിയ ഒരു വ്യക്തി. പിന്നീട് യമുന
യമുന ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് മറ്റാരോടോ ഉള്ള ദേഷ്യം തന്നോട് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണേണ്ടതുണ്ട് എന്ന് ഒരു ചെറിയ വെച്ച സംസാരം ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. പിന്നീട് വന്നത് ശ്രീതു ആണ്. ശ്രീതുവിനും ഗബ്രിയെ പോലെ തന്നെ ആരെയും വലിയ ട്രസ്റ്റ് ഒന്നുമില്ല, ആരുടെ അടുത്തൊന്നും വലിയ വിശ്വാസം ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്നാലും ആ ദിവസം വന്നപ്പം കണക്ഷൻ തോന്നിയത് ജാസ്മിനുമായിട്ടാണ്. എന്നാൽ ജാസ്മിൻ പിന്നീട് ഗെയിം മാറ്റിയത് കൊണ്ട് തനിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ജാസ്മിനുമായിട്ടുണ്ടായി. വേറെ വലിയ ഹാഡായിട്ടുള്ള സംഭവമൊന്നുമില്ല. ജാസ്മിന് നോറ ആൻഡ് ജിൻഡോ ആണ് പ്രശ്നം. നോറ ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കുകയാണ്. ആ സമയത്ത് മറ്റേ ഇമോഷണൽ ആണ് എന്ന് പറഞ്ഞ കാര്യം എല്ലാ ദിവസവും പറയുന്ന ഒരു വ്യക്തിയാണ് നോറ. അപ്പോൾ അതിനകത്ത് കുറച്ച് ന്യായമുണ്ട്. പിന്നെ ജിൻഡോ സിസ്റ്ററെ എന്നൊക്കെ വിളിച്ച് തന്നെ സിസ്റ്ററായിട്ട് കൺസിഡർ ചെയ്തിട്ട് തന്നെ കുറിച്ചിട്ട് അപരാധം പറഞ്ഞുണ്ടാക്കി. എന്തുവാണ് മറ്റേ ഡ്രസ്സിംഗ് റൂമിലെ കുറേ കാര്യമൊക്കെ വളരെ മോശമായിട്ടാണ് പറഞ്ഞ് പരത്തിയത്. പിന്നെ മറ്റേ ഇന്നലത്തെ ആ ഒരു ഡ്രസ്സിൻ്റെ ഇഷ്യൂ അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ജിൻഡോ പറഞ്ഞു വരുത്തുന്നത്. ജിൻഡോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും പെങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒരു വിഷയമില്ല, ഗെയിം മുഖ്യം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി എന്ത് അപരാധം പറയും. ശ്രീരേഖ യമുനയാണ് ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട്. ഇപ്പോൾ യമുന ശ്രീരേഖയ്ക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ചിരുന്നു. യമുനയെ പല കേസുകളിലും പിടിക്കുന്ന സമയത്ത് അതിൻ്റെ പിറകിൽ ശ്രീരേഖ ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ് യമുനയുടെ വാദം. അപ്പം ശ്രീരേഖ തിരിച്ച് യമുനയും പറയുന്നുണ്ട്. അപ്പം യമുന തൻ്റെ പിറകെ നടന്ന് സമയം കളയാതെ ഗെയിം കളിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഋഷി വരുന്നു, ഗബ്രി ആൻഡ് ജാസ്മിനെ പറയുന്നു. ജാസ്മിനെ അത്രയധികം വിശ്വസിച്ചിട്ടില്ല, കാരണം ജാസ്മിനെ അങ്ങനെ വിശ്വസിക്കേണ്ട എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗബ്രിയെ താൻ വിശ്വസിച്ചു, എന്നാൽ തന്നെ നോമിനേറ്റ് ചെയ്തു. അപ്സരയെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അപ്സര എന്നാൽ ജെയിൻ നോമിനേഷനിലേക്ക് ഇട്ടു. എന്തുവാണ് ഋഷി, ഗെയിമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ നോമിനേഷനിലേക്കൊക്കെ വരും, അത് താൻ ഇങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് കണ്ട സമയത്ത് എനിക്ക് ചോദിക്കാൻ തോന്നി. പിന്നീട് വന്ന റസ്മിനാണ്. റസ്മിൻ ജിൻഡോയെ പറയുന്നു. ജിൻഡോ ആൻഡ് റസ്മിൻ രണ്ട് പേരും കൂടെ ഉണ്ടല്ലോ, കട്ടിച്ച് കീറാൻ പറ്റുന്ന പക്കയിലാണ് ഗെയിം കളിക്കുന്നത്. ജിൻഡോ ഏറ്റവും അധികം പൊളിയുന്ന റസ്മിൻ്റെ അടുത്താണ്. കാരണം റസ്മിൻ ജിൻഡോനെ പ്രൊവോക്ക് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം പ്രൊവോക്ക് ചെയ്യും. ചില സമയത്ത് കടന്നു പോകാറുണ്ട്, നമുക്ക് റസ്മിനോട് യോജിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രൊവോക്ക് ചെയ്യും. എന്നാൽ ജിൻഡോയുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം അതായതുകൊണ്ട് അത് അർഹിക്കുന്നില്ലേ എന്ന് തോന്നിയും പോകാറുണ്ട്. അപ്പോൾ ഈ റസ്മിൻ പറയുന്നത് പവർ ടീമിലായിട്ട് പോലും ജിൻഡോ പലയിടത്തും തൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നു. അതിപ്പം രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നുണ്ട്. അതിനകത്തിപ്പം എനിക്ക് ജിൻഡോയുടെ ഭാഗത്ത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ റസ്മിൻ ഭയങ്കര അഗ്രസീവായിട്ടാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അൻസിബ, അപ്സര, ജിൻഡോ, അർജുൻ എന്നിവരെയാണ് പറയുന്നത്. കാരണം അപ്സര ആദ്യഘട്ടത്തിൽ നോമിനേഷനിലേക്ക് ഋഷി ഇടുന്നു, പിന്നീട് അതൊരു പ്രശ്നമാവുന്നു, ആ ഒരു സമയത്ത് കരയുന്നു. അപ്പോൾ അപ്സരയെ ആശ്വസിപ്പിക്കാനായിട്ട് അൻസിബ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അറ്റൻഷൻ സീക്കറാണ് അപ്സര എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊരു വിശ്വാസവഞ്ചന എന്നുള്ള ഗണത്തിലാണ് പെടുത്തുന്നത്. പിന്നെ അർജുൻ ഇന്നലെ ഋഷിയെ മാത്രമായി മാറ്റി നിർത്തി ആ ഒരു ഗെയിം പറഞ്ഞു കൊടുത്തു. എനിക്കത് തീരെ ഇഷ്ടമായില്ല എന്ന് അൻസിബ പറയുന്നുണ്ട്. ശരിയാണ്, അർജുൻ ഇന്നലെ മറ്റേ ശരണിയെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് ഋഷിയോട് മാത്രമായിട്ടാണ്. ജിൻഡോ പലപ്പോഴും ശുദ്ധനാണെന്ന് വിചാരിച്ചു, നാക്കുപിഴയാണെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പുള്ളിയെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ജിൻഡോയോടുള്ള ആ ഒരു വിശ്വാസം പോയി തുടങ്ങി. യമുന വരുന്നു. ശ്രീരേഖയെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് യമുന സംസാരിക്കുന്നത്. അന്യ വെറുപ്പിക്കലായിരുന്നു, പക്ഷെ എന്നാലും നല്ല രീതിയിൽ ശ്രീരേഖ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീരേഖ നല്ല രീതിയിൽ പ്രൊവോക്ഡായി. അപ്പം യമുന പറയുന്നതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ലാലേട്ടൻ അടക്കം തന്നെ വഴക്ക് പറഞ്ഞ പല സാഹചര്യങ്ങളുടെയും പിന്നിൽ ശ്രീരേഖ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊന്നും ശ്രീരേഖ തൻ്റെ കൂടെ നിന്നില്ല. എന്നിട്ട് പിന്നീട് വന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ശരിയാണ്, ഇപ്പോൾ പവർ ടീമിന്റെ ഭാഗമായിട്ട് എടുത്ത പല ഡിസിഷന്റെ പേരിലാണ് യമുന അടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത്. എന്നാൽ ശ്രീരേഖ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അതും പറഞ്ഞിട്ട് യമുന കുറേയധികം സംസാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അത് മ്യൂട്ട് ചെയ്ത്, എനിക്ക് തലപെരുത്ത്. നോറ ആരെ പറയാനാണ്? ജാസ്മിൻ, ഗബ്രി, ജാൻമണി, നമുക്കറിയാമല്ലോ. അതിന്റെ കാരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. എല്ലാ ദിവസവും ഒരേ കാരണങ്ങൾ തന്നെ. അർജുൻ ജിൻഡോയെ പറയുന്നു. കാരണം അർജുൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ജിൻഡോയോട് പേഴ്സണലായിട്ട് പറഞ്ഞ ശരീരത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ജിൻഡോ പബ്ലിക്കായിട്ട് ഒരു ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളതാണ് അർജുൻ്റെ ആരോപണം. അപ്സര, ഋഷി, അർജുൻ, അൻസിബ എന്നിവരാണ് പറയുന്നത്. അപ്സര എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ ഒരു റാസ്കൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തതിന് കഴിഞ്ഞ കുറേ നാളായിട്ട് തന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു. അപ്സര ചോദിക്കുന്നതിനകത്ത് ന്യായമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വൃത്തികെട്ട തെറിയാണ് ബാക്കിയുള്ള ആൾക്കാർ വിളിക്കുന്നത്. ഇതൊരു വൻ തെറിയൊന്നും അല്ലല്ലോ. ഇവർ ഇവിടെ യൂസ് ചെയ്യുന്ന ബാക്കി വാക്കുകളും വാക്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേന് കമ്പാരിറ്റീവ്ലി തുലവും തുച്ഛമായിട്ടുള്ള ഒരു ഇതേ ഉള്ളതിന് അതിനിവിടെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അൻസിബയൊക്കെ വരുമ്പം അങ്ങനെ ഒരു വേർഡ് വിളിച്ചു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അൻസിബയ്ക്ക് കേൾക്കെ എന്തോരം വേർഡ് അവിടെ യൂസ് ചെയ്യുന്നു. എന്നാൽ ആർക്കെതിരെയും അൻസിബയ്ക്കും ഋഷിക്കും പ്രതികരിക്കാനില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. അതൊരു സ്ട്രോങ് പോയിന്റ് ആണ് കേട്ടോ. ശരണ്യ ഋഷിയെയും ജിൻഡോനെയാണ് പറയുന്നത്. ഋഷി ഇന്നലെ ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതാണ് ശരണ്യ എടുത്ത് പറയുന്നത്. പിന്നെ ജിൻഡോ ആ ജിമ്മുമായി ബന്ധപ്പെട്ട ബന്ധത്തിലൊക്കെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പരത്തുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജിൻഡോ വരുന്നു. പിന്നെ ജിൻഡോ വന്നാൽ നമുക്കറിയാലോ, വെറുപ്പിക്കൽ എക്സ്ട്രീമാണ്. ജിൻഡോ വന്നിട്ട് പറയുന്നത് റസ്മിനും അതേപോലെ തന്നെ നിഷാനെയും കോമണേഴ്സ് ആയിട്ട് വരുന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷമായി.
അവരൊക്കെ വെറും കോമണേഴ്സ് അല്ലേ, അവരൊക്കെ വരട്ടെ, അവരോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് പിന്നീട് നിഷാനെ റസ്മിൻ ജയിലിലേക്ക് വിട്ടു, അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇവൾ വിശ്വാസവഞ്ചന കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ശരണ്യ ഒരു ജിമ്മിലേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. അല്ല, എനിക്ക് ആലുവയിലും എറണാകുളത്ത് ജിമ്മുണ്ട്, അവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. കള്ളമാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക്, വിവരമുള്ള ആളുകൾക്ക് അറിയാം. അപ്പം ശരണ്യ നിഷേധിക്കുന്നുണ്ട്. പിന്നെ അവിടെ സ്കോപ്പില്ല. അത് ഇപ്പം അയാൾ കുറച്ച് ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. അയാൾക്ക് അറിയായിരിക്കും ചിലപ്പം, അയാളിപ്പം രജിത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ള ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുടില ബുദ്ധിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കറിയായിരിക്കും കുറച്ച് അയാളുടെ നിലവാരത്തിലുള്ള പ്രേക്ഷകരുണ്ട്, അതൊരു വലിയ സംഖ്യയുണ്ട്, അപ്പോൾ അവരുടെ മുമ്പിൽ കളിച്ചാൽ മതി, വേറെ ആരെ മൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ കളി ഓക്കെയാണ്. ജാൻമണി അർജുനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അർജുൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജിൻഡോയെ കുറിച്ചിട്ട്. മറ്റേ കഴിഞ്ഞ ദിവസം ആ ഒരു ഗ്രൂപ്പിൽ നടന്ന കാര്യങ്ങൾ അർജുനെതിരെ എടുത്ത് ഉപയോഗിച്ചല്ലോ, അതും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം മറ്റേ ഋഷി, ശരണ്യ എന്നിവരായിട്ടുള്ള തർക്കം അങ്ങോട്ട് പൂർവാധിക ശക്തിയോടെ ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല, ഇന്നലത്തെ ആ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അറിയത്തില്ല, ഇനിയിപ്പോൾ ഇതിനേക്കാളും വലിയ പ്രശ്നം വരുന്ന സമയത്ത് അത് നിൽക്കാനേ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോകാൻ എല്ലാവിധ ചാൻസുകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് ലൈവിലുള്ള സംഗതികൾ. കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നന്ദി.